നാളെ ജൂൺ 28 CJPക്കും BJPക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. ഇരു കൂട്ടരും വലിയ പ്ലാനിംഗ് ആണ് നാളത്തേക്ക് വെച്ചിട്ടുള്ളത്. നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി CJPയുടെ ഫൗണ്ടർ അഭിജിത് ദീപക് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും വർഷമായിട്ടും വിളിക്കാത്ത ഒരു സംഭവം പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. महाराष्ट्र में टीईटी का पेपर लीक हुआ है. एक दिन कल को वो पेपर होने वाला था, एक दिन पहले पेपर रद्द किया जाता है. तो इससे तो इतना साबित हो गया, चाहे नेशनल लेवल हो चाहे स्टेट लेवल हो, बीजेपी की जो सरकार है वो एक भी पेपर इस देश में नहीं करवा पाती. बिना पेपर लीक हुए या बिना एग्जाम कैंसिल हुए बीजेपी की सरकार एक भी पेपर नहीं करवा पाती. ये बात तो क्लियर हो गई, सबको समझ आ चुकी है. डबल इंजन की सरकार, डबल इंजन जो है इनका वो डबल लीक बन चुका है. देश में नीट लीक होता है, महाराष्ट्र में टीईटी लीक होता है. और ये कोई पहली बार नहीं हो रहा है. 2017-18 में हमने देखा है कि 18,000 जो स्टूडेंट्स क्वालिफाइड किए गए थे उसमें से 8,000 स्टूडेंट्स की जो रीचेकिंग हुई, उनका फिर से क्वालिफिकेशन चेक किया गया तो उसमें से पता चला कि 8,000 स्टूडेंट्स जो थे, जो एस्पिरेंट्स थे, वो तो क्वालिफाइड ही नहीं थे. इन लोगों से घूस लेकर सीटें भरी गई थी और ये पूरा ओपन सीक्रेट, ये सबको पता है. पुणे के स्टूडेंट्स, पुणे के टीचर्स बार बार बोल रहे हैं कि टीईटी के एग्जाम में बहुत ही बड़ा घोटाला चल रहा है, करप्शन चल रहा है, जहां 1-1, 2-2 करोड़ में सीटें बेची जाती है. तो मैं पूरे महाराष्ट्र के युवाओं को आह्वान करना चाहता हूँ, देश के युवाओं को. അഭിജിത് ദീപക്കും പ്രസ് മീറ്റ് നടത്തി. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി അതുപോട്ടെ. ഇവിടെ അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പുതിയൊരു പേപ്പറും കൂടി ലീക്ക് ആയിട്ടുണ്ട്. അതായത് മഹാരാഷ്ട്രയിലുള്ള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് TET എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. ആ എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അതായത് നാഷണൽ ലെവലിലായിരുന്നാലും ശരി, സ്റ്റേറ്റ് ലെവലിലായിരുന്നാലും ശരി, BJP ഗവൺമെന്റിന്റെ ഒരു എക്സാം പോലും മര്യാദയ്ക്ക്, അതായത് ലീക്ക് ആകാതെയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാതെയോ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ക്രിറ്റിസിസമാണ് അഭിജിത് ദീപക് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത് ഇത് ഡബിൾ എഞ്ചിൻ സർക്കാർ അല്ല, ഇത് ഡബിൾ ലീക്ക് സർക്കാർ എന്നാണ് അഭിജിത് ദീപക് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ പാസ്റ്റ് ഇറഗുലാരിറ്റീസിനെ കുറിച്ചിട്ടും അഭിജിത് ദീപക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹി ക്ലൈംസ് ദാറ്റ് പേപ്പർ ലീക്കും അതുപോലെ സ്കാംസ് ഒന്നും ഇപ്പോൾ ഇത് പുതിയതായിട്ടല്ല. 2017-18 ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 18ഓളം സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സാമിൽ. എന്നാൽ അതിനെ റീചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് അതിൽ 8,000 പേര് ആക്ച്വലി ക്വാളിഫൈ ചെയ്തിട്ടില്ല. അവർ സീറ്റ് എന്ത് ചെയ്തിട്ടില്ല, പണം കൊടുത്തിട്ട്, അതായത് ഡ്രൈവ് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സീറ്റ് അവര് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാണ് ഇവിടെ അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, മാസ് കറപ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അഭിജിത് ദീപക് ഇവിടെ പറയുന്നുണ്ട്. അതായത് പൂനെയിലുള്ള ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അറിയാം അവിടെ ഒരു മാസീവ് വലിയ തരത്തിലുള്ള ഒരു സ്കാം, തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന്. അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത് ഇതൊരു പരസ്യമായ രഹസ്യമാണ് എന്നുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അഭിജിത് ദീപക് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, TET എക്സാമിൽ ഒരു സീറ്റിന് ഏകദേശം 1 കോടി മുതൽ 2 കോടി രൂപയോളം ആയിട്ടാണ് വിൽക്കപ്പെടുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി അഭിജിത് ദീപക് ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അവസാനം അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത് യൂത്ത് ഓഫ് മഹാരാഷ്ട്രയിലെ യൂത്തും അതുപോലെ രാജ്യത്തെ മറ്റുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യണം, ഈ സിസ്റ്റം ഫെയിലിയറിനെതിരെ മുന്നോട്ടേക്ക് വരണം, പോരാടണം എന്നുള്ള ഒരു കാര്യം കൂടി അഭിജിത് ദീപക് ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് നാളെ ജൂൺ 28-ന് CJPയുടെ പരിപാടികൾ, പ്ലാനിങ് എന്താണ്? നമുക്കറിയാം കുറെ ദിവസമായി ഇപ്പോൾ ജന്തർ മന്ദിറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരം, പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഡയപ്പേഴ്സും വെച്ചിട്ടും അങ്ങനെ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ സോനം വാങ്ചുക് നടത്തുന്ന ഒരു ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം നാളെ 28 ജൂൺ 11 മണി രാവിലെ ജന്തർ മന്ദിറിൽ വെച്ചാണ് ഈ ഒരു ഹങ്കർ സ്ട്രൈക്ക് നടക്കാൻ പോകുന്നത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം ഇപ്പോൾ BJP നിന്നും ചില ഇൻഫോർമേഷൻസ്, റിപ്പോർട്ടിംഗ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് BJP നാളെ ഒരു ക്യാബിനറ്റ് റീഷഫ്ലിംഗിന് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ സാധ്യതയുള്ള, അതായത് റീഷഫ്ലിംഗിന് സാധ്യതയുള്ള ചില പോസിബിലിറ്റീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒന്നാമത് നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും, ഇറങ്ങും. എന്നിട്ട് ലൈക്ലി ടു ബിക്കം ദ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് നിർമ്മല സീതാരാമൻ. അതുപോലെ രാഘവ് ചന്ദ എന്ത് ചെയ്യും, പോസിബിൾ ക്യാബിനറ്റ് എൻട്രിയിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അനുരാഗ് സിംഗ് ഠാക്കൂർ അതുപോലെ ന്യൂ പോർട്ട്ഫോളിയോ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ നിതീഷ് കുമാർ, ഗ്രേറ്റർ റോൾ ഇൻ ഇന്ത്യൻ ഗവൺമെന്റ്. അതുപോലെ പീയൂഷ് ഗോയൽ ലൈക്ലി ടു ബിക്കം ദ ഫൈനാൻസ് മിനിസ്റ്റർ ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആസ് ഹി വാസ് CA കാരനായതുകൊണ്ട് തന്നെ എന്താണ്
ഫൈനാൻസ് മിനിസ്റ്റർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ ശക്തികാന്ത് ദാസ് എക്സ് RBI ഗവർണറാണ്, ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ ശ്രീകാന്ത് സിന്ധി ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിതിൻ ഗഡ്കരി, കൂടുതൽ പറയണ്ടല്ലോ, ആരാന്ന് അറിയാലോ, നമ്മുടെ എഥനോൾ മിനിസ്റ്ററാണ്, അവരെ പോർട്ട്ഫോളിയോ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ്ലി ധർമ്മേന്ദ്ര പ്രധാൻ ഔട്ട് ഓഫ് ക്യാബിനറ്റ്, അതായത് ക്യാബിനറ്റിൽ തന്നെ പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഔട്ട് ഓഫ് ക്യാബിനറ്റ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ റിസൈൻ ചെയ്തിട്ട് ചുമ്മാതെ പോക്ക് എന്ന് പറയുന്നത് BJPക്ക് നല്ല അടി കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്യാബിനറ്റ് ഷഫിൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യാം, കൃത്യമായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അങ്ങ് അവസാനിക്കും. കാരണം പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ അല്ലല്ലോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതുകൊണ്ട് തന്നെ ആ പ്രൊട്ടസ്റ്റിന് പിന്നെ കാര്യമില്ല. കാരണം ആ പ്രൊട്ടസ്റ്റിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റീഷഫ്ലിംഗിന്റെ ഇടയിൽ ഇവരെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ പ്രൊട്ടസ്റ്റിന് അവിടെ പിന്നെ പ്രസക്തിയില്ല, ആ പ്രൊട്ടസ്റ്റ് അവിടെ അവസാനിക്കും. അത് മാത്രമല്ല BJPക്ക് NDA ഗവൺമെന്റിന് വലിയ പ്രോബ്ലവും ഇല്ല. കാരണം ക്യാബിനറ്റ് റീഷഫ്ലിംഗിനിടെ ആളെ എടുത്ത് പുറത്തിട്ടു എന്നേ വരികയുള്ളൂ. പ്രൊട്ടസ്റ്റ് കാരണമല്ല പുറത്തു പോയിട്ടുള്ള എന്ന ഒരു രീതിയിലേക്കാണ് അത് വരിക. വെൽ പ്ലാനിങ് ആണ് സംഭവങ്ങളൊക്കെ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള റീഷഫ്ലിംഗ് ഒക്കെ ഒരു പോസിബിലിറ്റി ആണ്, ഒരു സാധ്യത മാത്രമാണ്. കാരണം ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഒരുപാട് എക്സാം കോൺട്രവേഴ്സീസ് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഹാരാഷ്ട്രയുടെ ഇഷ്യൂവും കൂടി, പേപ്പർ ലീക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ ലീക്കിനെ കുറിച്ചും അതുപോലെ സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.